മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സർവശക്തനായ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറാൻ കഴിയും. നമുക്കെല്ലാം അറിയാവുന്ന ബിസ്മിയുടെ മഹത്വത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഒരു ദിവസം എത്ര ബിസ്മി ചൊല്ലാറുണ്ട്? ഖുർആനിലെ സൂറത്തുകൾ ഓതി തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ബിസ്മി ചൊല്ലി നമുക്ക് പുണ്യം നേടാം. ഒരാൾക്ക് ഒരു ദിവസം എത്ര ബിസ്മി ചൊല്ലാം എന്നറിയാമോ? നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, വുളു എടുക്കുമ്പോൾ, ബ്രഷ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, കുളിക്കാൻ, ഭക്ഷണം എടുക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, വാതിൽ അടക്കുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, പാചകം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, ആരോടെങ്കിലും സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ, എന്ത് സാധനങ്ങളും എടുക്കുമ്പോഴും വെക്കുമ്പോഴും, പഠിക്കാൻ ഒരുങ്ങുമ്പോൾ, അങ്ങനെ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുന്ന വഴി അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. ഈ കാര്യം നമ്മളെ തീർച്ചയായും വിജയത്തിലെത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു നല്ല സംസാരം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം പറയാതെ തുടങ്ങിയാൽ അതിൽ ബർക്കത്ത് ഇല്ല. മറ്റുള്ളവരുടെ വീട്ടിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലുമായും സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ബിസ്മിയും തവക്കൽത്തു അലല്ലാഹ് എന്നും പറയാറുണ്ട്. കാരണം എനിക്ക് പേടിയാണ്, എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവോ എന്ന്. നമ്മൾ 7 ദിവസം തുടർച്ചയായി 786 തവണ ബിസ്മി ചൊല്ലി നമ്മുടെ ആഗ്രഹം പറഞ്ഞ് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് 7 ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. 7 ദിവസം തുടർച്ചയായി തന്നെ ചെയ്യണം. അതിനിടയിൽ മുടക്കം വന്നാൽ പിന്നെയും രണ്ടാമത് തുടങ്ങണം. നമ്മൾ വുളു എടുത്ത് ഒറ്റയിരുപ്പിന് 786 തവണ ചൊല്ലുന്നതാണ് നല്ലത്. പീരിയഡ്സ് സമയത്തും ചൊല്ലാം. ഇങ്ങനെ ബിസ്മി ചൊല്ലി ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. ബിസ്മി എന്നും പതിവാക്കിയാൽ നരകപ്രവേശനം വരെ തടുക്കാൻ കഴിയും. നന്മകൾ എഴുതപ്പെടും, തിന്മകൾ മായ്ക്കപ്പെടും. ബിസ്മി ചൊല്ലുന്നവരെ ശൈത്താന് ഭയമാണ്. ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം 21 തവണ ബിസ്മി പതിവാക്കിയാൽ നമ്മുടെ വീട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകില്ല. ശൈത്താൻ്റെ ശല്യം ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്നുള്ള മരണം ഉണ്ടാകില്ല. നമുക്ക് ആ രാത്രി ഒരാപത്തും ഉണ്ടാവുകയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് സർവശക്തനായ അള്ളാഹു തന്ന ഓരോ അനുഗ്രഹത്തിനും നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ അതിന് ഒരു കണക്കും ഉണ്ടാകില്ല. നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനെ ഓർക്കണം. ഇന്നു മുതൽ എല്ലാവരും എന്ത് സംസാരിക്കുമ്പോഴും എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന കാര്യത്തിന് മാത്രമേ ബർക്കത്ത് ഉണ്ടാവൂ എന്ന് ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.